കത്തിക്കേറി വരുന്ന മിന്നും താരമാണ് യങ്സ്റ്റേഴ്സിന്റെ. ആണോ? യങ്സ്റ്റേഴ്സ് എന്നൊക്കെ സുരാജേട്ടൻ, പ്രശാന്തേട്ടൻ, ആൽഫി ആൻഡ് ഗ്രേസ് ഇവരെല്ലാം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നന്നായിട്ടുണ്ട്. പെർഫോമൻസസ് ഭയങ്കര രസമായിട്ട് തോന്നി. മൊത്തത്തിൽ ആ ഒരു കാലഘട്ടവും പഴയ കാലഘട്ടം, തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്ലാങ്ങും ഒക്കെ സംസാരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. ഈ സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള സീരീസുകളുടെ ജോണറോ ആ രീതികളോ അല്ല ഇത് വളരെ പതിഞ്ഞ താളത്തിൽ ഇങ്ങനെ. നിതിൻ രഞ്ജി പണിക്കരുടെ മുമ്പ് കണ്ടിട്ടുള്ള ഒരു ഡയറക്ടോറിയൽ അറ്റംപ്റ്റ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. രസമുള്ള പരിപാടിയാണ് അത്. ഒരു 1970s ഫീൽ ചെയ്യുന്ന ആ ഒരു കാലഘട്ടം ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ്. അതേപോലെ തന്നെ പെർഫോമൻസസ് ഇതുവരെ ഇപ്പോൾ 2 എപ്പിസോഡിൽ നമ്മൾ കണ്ടത് സുരാജേട്ടൻ, പ്രശാന്തേട്ടൻ, ആൽഫി ആൻഡ് ഗ്രേസ് ഇവരെല്ലാം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നന്നായിട്ടുണ്ട്. പെർഫോമൻസസ് ഭയങ്കര നന്നായിട്ട് ആ കാലഘട്ടം നന്നായി ഫീൽ ചെയ്യും. മ്യൂസിക് ഭയങ്കര രസമാണ്. നമുക്ക് പഴയ 70s ഒരു സിനിമകളെ അല്ലെങ്കിൽ 80s സിനിമകളെ കാണുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഒരു കളർ ടോണും എല്ലാം ഭയങ്കര രസമുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന സീരീസ് പോലെ അങ്ങനെ ഒരു ത്രില്ലിങ് അങ്ങനത്തെ ഒരു സാധനമല്ല. പക്ഷേ ഒരു ഭയങ്കര സട്ടിൽ ഹ്യൂമറിൽ പോകുന്ന ഒരു ഹ്യൂമർ പൊതിഞ്ഞങ്ങനെ പോകുന്നൊരു രസമുള്ള സാധനം. നിതിൻ ഭയങ്കര രസം. നിതിൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളൊന്നും ഈ ഒരു ഫ്ലേവർ ഉള്ളതേ അല്ല. പക്ഷെ അതിൽ നിന്ന് മാറി ഒരു വേറെ രസമായിട്ട് പോകുന്നുണ്ട്. ഓവർബോർഡ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഒരു നോർമൽ ഒരു മിതത്തിൽ നിന്ന് മുകളിലേക്ക് പോയി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണ്. അത് കൺവിൻസ് ആവുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ചെയ്താൽ കൺവിൻസ് ആവുകയില്ല. അത് ഭയങ്കര രസമായിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഗ്രേസ് ഇപ്പോൾ ചെയ്യുമ്പോഴും അത് ഭയങ്കരമായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്താണ് പോകുന്നത്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഗ്രേസ് ചെയ്യും. ഇപ്പം ഇതിനു മുമ്പ് കനകം കാമിനി ചെയ്തപ്പോഴും ആ ഒരു സാധനം ഒരു വേറൊരു ഫ്ലേവറുണ്ട്. ഇതും അതുപോലെ തന്നെ അതിനേക്കാൾ ഒത്തിരി മേളിലാണ്. അപ്പോൾ ആ എപ്പിസോഡിലൊക്കെ ഭയങ്കര രസമാണ്. ആൻഡ് ഓൾസോ അതിനകത്ത് എനിക്ക് പ്രശാന്തേട്ടൻ്റെ പെർഫോമൻസസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെ സുഹൃത്തുമാണ്, അതുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ എനിക്ക് നമുക്കറിയാം അത് അങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ സട്ടിലായിട്ടുള്ള ചില കാര്യങ്ങൾ ഇട്ടിട്ട് പോകുന്നത് ഭയങ്കര രസമുണ്ട്. ചെറിയ മൂളലുകളും ചെറിയ സാധനങ്ങൾ അങ്ങനെ ഒരു എഫേർട്ട് പ്രകടമാണ്. നല്ല രസം. എന്തായാലും സിനിമ പോലെ തോന്നുന്ന ഒരു വെബ് സീരീസ് അത് മനസ്സിലായി നിങ്ങൾക്കെല്ലാവരും. ഒരുപാട് ആസ്വദിച്ചു. നിതിൻ രഞ്ജി പണിക്കരുടെ മുമ്പ് കണ്ടിട്ടുള്ള ഒരു ഡയറക്ടോറിയൽ അറ്റംപ്റ്റ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മറ്റ് എപ്പിസോഡുകൾ ഫസ്റ്റ് എപ്പിസോഡിനേക്കാളും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓരോ എപ്പിസോഡ്സിനും ഓരോ സ്വഭാവങ്ങളാണ്. കാരണം ഓരോ ടെറൈനിൽ ചർച്ച ചെയ്യുന്ന കഥകളാണ്. ഇപ്പോൾ എന്താ പറയുക, പത്തനംതിട്ട റാന്നി ആ ഏരിയയാണ് ഇപ്പോൾ സെക്കൻഡ് എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. മറ്റ് എപ്പിസോഡുകൾ പല ഏരിയാസിലാണ്, പല ടെറൈൻസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തത ഉണ്ടാവും. എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. എന്നെ അങ്ങനെ പെർഫോമൻസ് എന്ന് പറയാനുള്ള സംഭവമൊന്നുമില്ല. ഞാനൊരു ചെറിയ റോളാണ് എന്നെ ചെയ്തേക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നിതിൻ രഞ്ജി പണിക്കരുടെ ഒരു സീരീസ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര സീരിയസ് പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത്. അപ്പോൾ ചെന്നപ്പോൾ മനസ്സിലായി മൊത്തത്തിൽ ഇങ്ങനെ ഒരു കോമഡി ട്രാക്കാണ്. സുരാജേട്ടനും അറിയാം, നേരത്തെ സുരാജിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെവൻ എന്നുള്ള സിനിമയിൽ. അപ്പോൾ പിന്നെ ബാക്കിൻ്റെ കഥകളും കാര്യങ്ങളും എനിക്ക് വലിയ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമാണ്, ഇങ്ങനെ ഒരു കല്യാണത്തിൻ്റെ റിലേറ്റഡ് പരിപാടിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോഴാണ് ഡബിന് ശേഷം ഇപ്പോഴാണ് അതിൻ്റെ ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട് കാണുന്നത്. ഭയങ്കര രസമായിട്ട് തോന്നി. മൊത്തത്തിൽ ആ ഒരു കാലഘട്ടവും പഴയ കാലഘട്ടം, തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്ലാങ്ങും ഒക്കെ സംസാരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. പ്രത്യേകിച്ച് സെക്കൻഡ് എപ്പിസോഡായപ്പോൾ ഭയങ്കര രസമുള്ള ഗ്രേസ് വന്നപ്പോൾ കുറച്ചുകൂടെ രസമായിട്ട് തോന്നി. ഞാൻ ശ്വേതാ മേനോൻ വരുന്നൊരു എപ്പിസോഡുണ്ട്, അതിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. ശ്രീജിത്ത് രവിചേട്ടൻ്റെ അനിയൻ്റെ ഒരു ക്യാരക്ടറാണ്. അത് 3ാമത്തെ എപ്പിസോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വേറൊരു ട്രാക്കാണ്. ഞാൻ ചെയ്ത സീൻസ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു വേറൊരു ട്രാക്കിലാണ് പോകുന്നത്. എന്നാലും ബേസിക് കോമഡി മൂഡ് തന്നെയാണ് സീരീസ് മൊത്തം കൊണ്ടുപോകുന്നത്. ഈ സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള സീരീസുകളുടെ ജോണറോ ആ രീതികളോ അല്ല ഇത് വളരെ പതിഞ്ഞ താളത്തിൽ ഇങ്ങനെ കണ്ടിരുന്ന് പോയി അതിനകത്തെ രസങ്ങളൊക്കെ ഇങ്ങനെ. ക്യാമറാമാൻ്റെ കാര്യം എടുത്ത് പറയേണ്ടത് ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളായിരുന്നു. അത് പിന്നെ നമ്മൾ കൂടുതലും മൊബൈലിലും ചെറിയ സ്ക്രീനിലും അല്ലേ കാണുന്നത്. അപ്പോൾ ക്ലോസപ്പ് ഷോട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. കാരണം ഒത്തിരി വൈഡിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് കിട്ടത്തില്ല. പിന്നെ ഇത്ര ചെറിയ സ്ക്രീനിലാണല്ലോ ഇനി എല്ലാവരും കാണാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലോസപ്പ് ഷോട്ടുകൾക്കും ഓവർ ദ ഷോൾഡർ ഷോട്ടുകൾക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിതിൻ അങ്ങനെ തന്നെയാണ് അതിനെ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ പ്ലാൻഡായിട്ട് ഷൂട്ട് ചെയ്ത് തീർത്താണ്. നേരങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോ സ്ഥലങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് തീർക്കുന്നത്. ഉറപ്പായിട്ടും. കാരണം വെബ് സീരീസ് എന്ന് പറയുമ്പോൾ എന്തായാലും OTT ആണ്. എല്ലാവരുടെയും നമ്മുടെ വീടുകളിലാണ് എത്തുന്നത്. TV-യിലും നമ്മുടെ ഫോണിലൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം കിട്ടി. എനിക്കതൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം അങ്ങോട്ട് മാറിക്കിട്ടി. പിന്നെ ഇപ്പം എല്ലാവരും കാണുന്നു, നമ്മുടെ ഒരു വർക്കിന് കൈയടിക്കുന്നു. കാരണം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡോട് അങ്ങോട്ട് കയറിയപ്പോഴേക്കും വൻ കൈയടിയാണ്. ഗ്രേസ് ആണെങ്കിൽ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഈ വർക്ക്. കാരണം നല്ലൊരു ഫാമിലി കോമഡി എൻ്റർടൈനറാണ് ആക്ച്വലി.
ഒരു സിറ്റുവേഷൻ കോമഡി അങ്ങനെ നോക്കിയാൽ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന റൊമാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമാണ്. അർജുന അശോകൻ, മാത്യു ഒക്കെ ആയിട്ടുള്ള ഒരു ഫിലിം. ഞങ്ങൾ നേരത്തെ ഇപ്പോൾ ഒരു ഫിലിം കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. ഇഡി എന്ന് പറഞ്ഞിട്ട് സുരാജേട്ട ഫിലിമിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായി. ഞാൻ ചേട്ടൻ സുരാജേട്ടൻ ഗ്രേസും ഉണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് എന്നുള്ള ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത കത്തി കയറി വരുന്ന മിന്നും താരമാണ് യങ്സ്റ്റേഴ്സിന്റെ. ആണോ? യങ്സ്റ്റേഴ്സ് എന്നൊക്കെ യങ്സ്റ്റേഴ്സ് അല്ലേ? ആണല്ലോ. ആയിക്കോട്ടെ, അങ്ങനെ എന്താടാ നിനക്ക് യങ്സ്റ്റർ ആണെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്? അതെ, 35 വയസ്സേ ഉള്ളൂ. 35 യങ്സ്റ്റർ അല്ലേ? പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പത്രത്തിൽ വാർത്തകൾ വായിക്കുമ്പോഴേ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു, സുരേഷ് 45 വയസ്സ് കാണുമ്പോൾ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, 45 വയസ്സൊക്കെ യവനം യുവാവ്. ഇപ്പോൾ ഞാൻ പറയുന്നു ഇപ്പോഴാണ് യവനം തുടങ്ങുന്നത് തന്നെ. ആൾക്കാരുടെ പീക്ക് ടൈം എന്ന് തോന്നുന്നു. എല്ലാ കാലത്തും ആൾക്കാരുടെ പിക്ക് അത് തന്നെ. വിക്രത്തിന്റെ സേതു വരുന്നത് ആഫ്റ്റർ 40s ആണ്. പക്ഷെ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. നിങ്ങളൊക്കെ കൗമാരത്തിലും ബാല്യത്തിലുമാണ്, ഞങ്ങളാണ് യവനത്തിലേക്ക് കടന്നിട്ടുള്ളത്.